Welcome to Vedantu Malayalam channel. I am Anchana Ma'am teacher. Appo nammakku samsarikkanullathu endanu vechittundengil njan oru 7 mistakes note ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന 7 മിസ്റ്റേക്സിനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എല്ലാ മിസ്റ്റേക്സും ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾ ആ മിസ്റ്റേക്സ് ചെയ്യാനേ പാടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നീറ്റ് 2024 അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ആ 2024 നീറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾ ഈ എല്ലാ മിസ്റ്റേക്സും അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിചാരിച്ചെടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന്, അതെങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതും കൂടെ നോക്കാം. യെസ്, അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നീറ്റ് 2022 കട്ട് ഓഫ് ക്ലോസിംഗ് റാങ്ക്. സോ ഇത് കണ്ടില്ലേ, സ്കോർ എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ? സോ ഈ മാർക്സ് ആണ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു സ്കോർ. സോ നിങ്ങൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മാർക്ക് എന്തായാലും കൂടുതൽ തന്നെ ആയിരിക്കും, കുറവ് വരാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, അപ്പൊ നമ്മൾ ഏത് രീതിയിലായിരിക്കണം പ്രിപ്പയർ ആവേണ്ടതെന്ന്. യെസ്, അതാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കണം. വൈ? ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഡേ കോമ്പറ്റീഷൻ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് കോമ്പറ്റേറ്റേഴ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീഷൻ വളരെ 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 ക്രിട്ടിക്കൽ ആണ്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്തേ പറ്റും. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന്. ആദ്യത്തെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ one subject or topic favoritism. സോ എനിക്ക് ഒരു ടോപ്പിക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു സബ്ജക്ട്, ഇപ്പൊ നമ്മൾ PC MB എന്ന് 4 സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനോട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് മാത്രമായിരിക്കും ഇഷ്ടം. അതെല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ? സോ എനിക്ക് ബയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോടായിരിക്കും കുറച്ചധികം ഇഷ്ടം തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു സബ്ജക്റ്റിനെ അധികം പഠിച്ചുകൊണ്ടിരിക്കും, ബാക്കിയുള്ള സബ്ജക്റ്റിനെ നമ്മൾ അങ്ങനെ എടുത്തു വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ? സോ ആ ഒരു ടോപ്പിക്കിൽ നമ്മളുടെ മാർക്സ് കുറച്ച് കുറഞ്ഞോണ്ട് വരും. സോ അങ്ങനെ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക. ആ സ്കെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ ഈച്ച് ആൻഡ് എവറി ഡേ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ സ്കോർ ചെയ്യാം. യെസ്, അപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഫേവറേറ്റ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി ആയിക്കോട്ടെ, ഏത് തന്നെ ആയാലും നമ്മൾ പഠിക്കേണ്ടത് ഈക്വലി ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈക്വലി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് പ്രാക്ടീസിങ് ഇനഫ് MCQs. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ഒരുപാട് സൈറ്റ്സും ബുക്സും ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് MCQs അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് MCQ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. സോ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉപകാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോളജും ഇൻക്രീസ് ആവും, നമുക്കൊരു കറേജും ബിൽഡ് ആവും, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് MCQ നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പഠിത്തത്തിനോട് ഇഷ്ടവും തോന്നി തുടങ്ങും. അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനും പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് MCQസിന് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്തുകൊണ്ട് പോകണം. ആൻഡ് നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് NCERT ടെക്സ്റ്റ് ബുക്ക് റീഡിങ്. സോ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു ട്യൂഷൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്കോ പോയി എത്തിപ്പെടും. നമുക്കൊരു നോട്ട്സ് കിട്ടും. ആ നോട്ട്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അരച്ച് കുടിച്ച് കലക്കി കുടിക്കും. സോ ഇതെല്ലാം ചെയ്യും, പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കില്ല. സോ ഇങ്ങനെ നമ്മൾ നോട്ട്സ് ഒക്കെ വായിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലത് തന്നെയാണ്. നമ്മളുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് നോട്ട്സ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കും വായിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ടാബ്ലർ കോളം ആയിക്കോട്ടെ, ഒരു ഡയഗ്രാം ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് സമ്മറിയും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എത്ര നോട്ട്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് തവണ നമുക്ക് മാക്സിമം എത്ര സമയം വായിക്കാൻ പറ്റുമോ, എത്ര ടൈംസ് വായിക്കാൻ പറ്റുമോ അത്രയും ടൈംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുക, NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ക്ലിയറിംഗ് ദി ബാക്ക്ലോഗ്സ്. ഓക്കെ, ഇന്നൊരു ദിവസം ശരി എനിക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ഫംഗ്ഷന് ഞാൻ പോയി, അല്ലെങ്കിൽ എനിക്ക് കളിക്കണം തോന്നിയപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഗ്രൗണ്ടിൽ പോയി, ഇങ്ങനെ എന്തോ ഒരു കാര്യം തോന്നി, എനിക്ക് ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് വിചാരിച്ച കാര്യം ചെയ്യാൻ പറ്റിയില്ല,
ഓക്കെ, അന്നത്തെ ദിവസം ഓക്കെ. പക്ഷെ നെക്സ്റ്റ് ഡേ ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റിയില്ലയോ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാകും. സോ ബാക്ക്ലോഗ്സ് എപ്പോഴും വെക്കരുത്. നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ടോ, എന്ത് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ അത് പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇൻ കേസ് 1-2 ദിവസം നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ ഒരു വീക്കിൽ അല്ലെങ്കിൽ ആ ഒരു മന്തിൽ നമ്മളത് ചെയ്ത് തീർക്കണം. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ പാടില്ല. യെസ്, ഓക്കെ. അപ്പൊ 5th എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറിങ് ടു മൾട്ടിപ്പിൾ ബുക്സ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് അത് പറയുന്നു, എൻ്റെ ഫ്രണ്ട് ഇത് പറയുന്നു, അല്ല എൻ്റെ ടീച്ചർ അത് പറയുന്നു, ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്. മൾട്ടിപ്പിൾ ബുക്സ് റെഫർ ചെയ്യാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90% ഓഫ് ദി ക്വസ്റ്റ്യൻ അറൈസ് ഫ്രം NCERT ഓൺലി, അല്ലേ? സോ അപ്പൊ NCERT ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് പഠിക്കേണ്ടതും. അല്ലാതെ വേറെ ഒരുപാട് ബുക്സ് ഇത്ര കാലത്തിലുള്ള ഒരുപാട് ബുക്സ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് NCERT ആണ്. അപ്പൊ NCERT നിങ്ങൾ അരച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ വേറെ റെഫറിങ് ബുക്സ് അതും ഇതും ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസിങ് ബുക്ക് നമ്മൾ അധികം വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു റെഫറിങ് ബുക്ക് ഉണ്ടെങ്കിൽ അത് മതിയാകും. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് സെറ്റിംഗ് അപ്പ് ഡെയിലി ടാർഗറ്റ്സ്. സോ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ റെഡിയാക്കണം. ആ ടൈം ടേബിളിൽ PC, MB 4 ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമ്മളുടെ നീറ്റ് പ്രിപ്പറേഷനിൽ നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ബോർഡിനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണല്ലോ എല്ലാ ദിവസവും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം സ്കെഡ്യൂൾ നമ്മൾ റെഡിയാക്കണം. ഈച്ച് ഡേ നമ്മൾ ചെയ്ത കാര്യം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നോ ആ ഒരു കാര്യം ചെയ്യുന്ന വേണം. ആ ടാർഗറ്റിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വേണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡെയിലി ടാർഗറ്റ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താവും, ബാക്ക്ലോഗ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് ഒരേ ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ ഒക്കെ പഠിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് മാർക്സ് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, യെസ്. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് സോൾവിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. യെസ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറയുക, നിങ്ങൾ എക്സാം എഴുതുന്നതിനേക്കാളും മുമ്പ് മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. സോ നമ്മൾ ഏത് ടോപ്പിക്കാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ മാർക്സ് വരുന്നത്, സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഐഡിയയും കിട്ടും. ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു നല്ല ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും സോൾവ് ചെയ്തേ ഇരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. ഇത്രയും ഒരു 7 മിസ്റ്റേക്സ് ഞാൻ നോട്ട് ചെയ്തത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. സോ ഇതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ഇതുപോലത്തെ വേറെയും വീഡിയോസിനായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഉണ്ടാവും. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ജോയിൻ അവർ ടെലഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ താങ്ക് യു ഓൾ.